നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ക്യാച്ചസ് വിൻ ദി മാച്ചസ് എന്നാണല്ലോ. ഓസ്ട്രേലിയക്കെതിരെ കളിക്കുമ്പോൾ അതൊന്നുകൂടി പ്രധാനപ്പെട്ട വാചകമായിട്ട് മാറും. അർദ്ധാവസരങ്ങൾ കൂടി മുതലെടുക്കണം, പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ പോയി ഓസ്ട്രേലിയയെ നേരിടുമ്പോൾ. ഇന്നിപ്പോൾ അഡലൈഡ് ടെസ്റ്റിൽ ഓസ്ട്രേലിയയുടെ ഒരു വിക്കറ്റാണ് പോന്നിട്ടുള്ളൂ. അവർക്കിനി 94 റൺസിൻ്റെ കടമയുള്ളൂ. ആദ്യ ഇന്നിങ്സിൽ 2 വിക്കറ്റുകൾ എന്ന രൂപത്തിലേക്ക് അത് മാറ്റാനുള്ള അവസരമുണ്ടായിരുന്നു. പക്ഷേ ഋഷഭ് പന്ത് ക്യാച്ച് വിട്ടു എന്ന് പറഞ്ഞാൽ നഥാൻ മാക്സിനി 3 റൺസ് മാത്രം എടുത്ത് നിൽക്കുമ്പോഴാണ് ജസ്പ്രീത് ബുംറയുടെ പന്തിൽ എഡ്ജ് ചെയ്യുന്നത്. അത് ക്യാച്ച് എടുക്കാമായിരുന്നു, പക്ഷേ ഡൈവിങ് ചെയ്ത പന്ത് പിടിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ബോൾ പോകുന്നു. രോഹിത്തിന് അതിൻ്റെ ആ ഒരു റീബൗണ്ടും പിടിക്കാൻ പറ്റിയില്ല. സോ ഒരു അവസരം അവിടെ നഷ്ടമാകുന്നു. ഇപ്പം ബുംറയുടെ പന്തുകളിൽ ക്യാച്ച് എടുക്കാൻ പന്തിന് ബുദ്ധിമുട്ടുണ്ടോ? പന്ത് പരുങ്ങുന്നുവോ ബുംറയുടെ പന്തിൽ? നമ്മൾ കണക്കുകളൊന്ന് പരിശോധിക്കുകയാണ്. പന്തിൻ്റെ ഡ്രോപ്പുകൾ ഇത് എക്രോസ് ഫോർമാറ്റ്സ് ആണ്. എല്ലാ ഫോർമാറ്റുകളിലും, അതായത് T20 ODI ടെസ്റ്റ് എല്ലാം കൂടി കൂട്ടിയിട്ടാണ്. എഗെയിൻസ്റ്റ് അതർ പേസേഴ്സ് പന്ത് 10 ഡ്രോപ്പുകളാണ്, 10 ക്യാച്ചുകളാണ് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. 132 അറ്റംപ്റ്റുകളിൽ നിന്നാണ്. 132 ക്യാച്ചിങ് ശ്രമങ്ങളിൽ പന്തിന് മറ്റ് പേസർമാരുടെ പന്തുകളിൽ 10 തവണയാണ് പിഴച്ചത്, 10 തവണയാണ് ക്യാച്ച് ഡ്രോപ്പായതെങ്കിൽ ബുംറയുടെ പന്തുകളിൽ 42 അറ്റംപ്റ്റുകളിൽ 8 തവണ, ആ ആവറേജ് വളരെ കൂടുതലാണ്. 42 ശ്രമങ്ങളിൽ 42 ക്യാച്ചിങ് അറ്റംപ്റ്റുകളിൽ 8 തവണ അദ്ദേഹത്തിന് ക്യാച്ച് നഷ്ടമായിട്ടുണ്ട്. സോ പന്ത് കീപ്പിംഗ് ടു ബുംറ 8 ഡ്രോപ്സ് ഇൻ 42 അറ്റംപ്റ്റ്സ്. എഗെയിൻസ്റ്റ് അതർ പേസേഴ്സ് 10 ഡ്രോപ്സ് ഇൻ 132 അറ്റംപ്റ്റ്സ്. സോ അവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യക്ക് ചെറിയ അവസരങ്ങൾ കൂടി മുതലെടുക്കാൻ പറ്റണം. സോ നാളെ പന്തിന് പിഴക്കാതിരിക്കട്ടെ. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.